നിങ്ങളൊരു എക്സാമ്പിൾ ആണ് പലവർക്കും. ഇന്നും എനിക്ക് കാണാം when you guys are sitting with each other, I can sense the love, the affection and a care. ഉറപ്പിക്കാമോ സാറേ? സാറും എല്ലാം കണ്ടോ? എന്ത് കണ്ടോന്ന്? ജീവ ആൻഡ് അപർണ തോമസ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് അവര് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? The love, the affection and a care, എനിക്ക് ആ എനർജീസ് കിട്ടുന്നുണ്ട്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. നഞ്ജീവ സോ അണ്ടർസ്റ്റാൻഡിങ്. ഞങ്ങൾ 8 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഈ 8 വർഷത്തിലും ഒരു കാര്യവും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നിന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ നുണ പറയാനൊന്നും എനിക്ക് വയ്യ. എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല, നീ അത് ചെയ്യരുത്, ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഒരു എന്താ പറയാ നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതങ്ങനെ വേണം എല്ലാവരും എന്ന്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇപ്പൊ ജീവിക്ക് അപർണയെ വളയ്ക്കാൻ ഹാർഡ് വർക്ക് ഒത്തിരി ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ അതുപോലെ ഒരുപാട് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അല്ല, ഞാൻ ഇയാളെ വിട്ട് എനിക്ക് ഇനി ലൈഫില്ല. അത് പ്രേമിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന. ജീവിക്കും അങ്ങനെയായിരുന്നു. പിന്നെ ഈ ആള് പോയി കഴിഞ്ഞാൽ തീർന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്പെറൻസി തന്നെ ത്രൂ ഔട്ട് ഞങ്ങളുടെ ലൈഫിലും ഉള്ളത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് മുമ്പ് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ തമ്മിലൊന്നും ഹൈഡ് ചെയ്യാത്തത്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ, അണ്ടർസ്റ്റാൻഡ് ഓൾ ദി നീഡ്സ്, ഫിസിക്കൽ നീഡ്സ്, എന്താ പറയാ മെന്റലി ആൾ ഓക്കെ ആണോ, എവറിത്തിങ് യുവർ പാർട്ട്ണർ ആൻഡ് യു ഹാസ് ടു ബി ഓൺ ദ സെയിം പേജ്. ഇക്കാര്യം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല, ചുമ്മാ വില ഗതി പിടിക്കാത്തത്. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം. ഇന്ന് ബ്രേക്കപ്പും ഡിവോഴ്സ് ഒക്കെ സംഭവിക്കാൻ ഇങ്ങനെ അത് മതി അല്ലേ? ഒരക്ഷരം പോലും തെറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്. കുറെ പേരുണ്ട്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി. ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. വെട്ടൊന്ന് മുറി 2 അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ആയനെ. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ. ജസ്റ്റ് ലൈക്ക് ഹി സെഡ്, ട്രാൻസ്പെറൻസി ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എനിക്ക് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അവളെ സംശയം. സൗന്ദര്യം കൂടി പോയെന്ന് പറയാൻ ഞാൻ അങ്ങനെ നടക്കുന്നവനാണോ? നമ്മളിപ്പോ റീസെന്റ് കാണുന്ന എന്താ പറയാ ഡിവോഴ്സസ് എല്ലാം എനിക്ക് തോന്നുന്നു മോർ ദാൻ ഒരു 50% ഈ ട്രസ്റ്റിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കുള്ളൂ. രാവിലെ അണ്ണാക്കിലോട്ട് 2 തോടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല, പെരുമാറിലേ ഉണ്ടാവുള്ളൂ. പെരുമാറില് ട്രസ്റ്റ് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. ഈഗോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എത്രയും ട്രാൻസ്പെറന്റ് ആയിരിക്കാവോ അത്രയും ട്രാൻസ്പെറന്റ് ആയിരിക്കുക. ചുമ്മാ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല, റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. ഗാലറിയിൽ ഇരുന്ന് വിസിലടിക്കുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. ഈ ഡിവോഴ്സ് ഒരു അത്ഭുതമായി തോന്നിയത് ഇന്നലെ അപർണ ജീവ ദമ്പതിമാർ ഡിവോഴ്സ് ആയത് അറിഞ്ഞപ്പോഴാണ്. അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? അവർക്കോ സംസ്കാരമില്ല, നമ്മളതുപോലെ ആവണോ? വേണ്ട, ഒന്നേ ശരിയേ സംസ്കാരമില്ല ഇപ്പൊ ഇല്ലേ?